Hello students. Lastly in module 3 we come to the concept of components. Component is a maximally connected subset of a space. Space X വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു subset ആണ് which is maximally connected. Or in other words we can say that a component is a subset which is not properly contained in maximally connected. Connectedness എന്നുള്ള നേച്ചറിൽ മാക്സിമൽ ആണ്. സോ ഇഫ് സി ഈസ് എ കമ്പോണൻറ്റ് ഇറ്റ് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എനി അതർ കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് ദ സ്പേസ്. മാക്സിമലി കണക്റ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നോട്ട് പ്രോപ്പർലി ഈക്വൽ ആകാം, നോട്ട് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എനി അതർ കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് ദ സ്പേസ്. എനി അതർ കണക്റ്റഡ് സബ്സെറ്റ് of the space understood, any other connected subset. Maximally, we can define components as maximally connected subsets or sets which are not properly contained in any other connected subset. Maximally connected. അപ്പോൾ നമ്മൾ component എന്ന് പറയുന്ന സെറ്റ് കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. For example, if you consider in the real line -1 0 -1 n point -1 0 union 0 1 -1 0 union 0 1 union ഇത് 1 0 1. ഇത് കണക്റ്റഡ് അല്ല, 0 ഇതിലെ കോമൺ പോയിന്റ് അല്ല, ഇത് ശരിക്കും സെപ്പറേറ്റ് ആണ്. ദെൻ വാട്ട് അബൌട്ട് ദ കമ്പോണൻസ്? ഈ സെറ്റിനെ എടുക്കുവാണെങ്കിൽ ഇതൊരു കണക്റ്റഡ് ആണ്, പക്ഷെ ഇത് അതിലും വലിയൊരു കണക്റ്റഡ് സെറ്റിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ്. ഇതാണ് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണക്റ്റഡ് സെറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു മാക്സിമലി കണക്റ്റഡ് സബ്സെറ്റാണ്. അതുപോലെ ഇതൊരു മാക്സിമലി കണക്റ്റഡ് സബ്സെറ്റാണ്. ഇഫ് -1 0 യൂണിയൻ 0 1 ഈസ് കൺസിഡേർഡ് ആസ് ദ സ്പേസ്, കമ്പോണൻസ് ആർ -1 0 ആൻഡ് 0 1. ഇതിനകത്ത് കൊള്ളുന്ന ഇതിലും ചെറുതൊക്കെ ഇത് രണ്ടിലേതെങ്കിലും അകത്ത് ഉണ്ട്. ഇത് രണ്ടും കണക്റ്റഡ്. -1 0 ഇൻ്റർവൽ ആണ്, കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർവൽ. റിയൽ ലൈനിൽ നമുക്ക് തീരം ഉണ്ട്. അപ്പോൾ -1 0 അതിനകത്ത് വേറെ ഇൻ്റർവൽസ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും നമുക്ക് ഈ ഇൻ്റർവൽ ഉണ്ട്, പക്ഷേ അതിനെ നമുക്ക് കമ്പോണൻസ് വിളിക്കാൻ പറ്റുമോ? കമ്പോണൻസ് ആർ നോട്ട് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എനി അതർ കണക്റ്റഡ് സബ്സെറ്റ്സ്. അപ്പോൾ ഇതിനകത്തുള്ള വേറെ ഇൻ്റർവൽസിന് മാക്സിമലി കണക്റ്റഡ് എന്ന് പറയുന്നത് -1 0 0 1 ആണ്. ദീസ് ടു ആർ ദ കമ്പോണൻസ്. വൺ കമ്പോണൻറ്റ്, ദിസ് ഇസ് ദ സെക്കൻഡ് കമ്പോണൻറ്റ്. അതാണ് കമ്പോണൻറ്റിൻ്റെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റിയൊരു എക്സാമ്പിൾ. ഇനി ഒരു സ്പേസ് കണക്റ്റഡ് ആണെങ്കിൽ ഇത് കണക്റ്റഡ് അല്ല, -1 0 യൂണിയൻ 0 1. സ്പേസ് കണക്റ്റഡ് ആണെങ്കിൽ അതിന് എത്ര കമ്പോണൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാം. ഇതിനെ സ്പേസ് ആയിട്ട് എടുത്തപ്പോൾ ഇത് കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് ഇതിന് 2 കമ്പോണൻസ് ഉണ്ടായത്. അപ്പോൾ കണക്റ്റഡ് സ്പേസിന് എത്ര കമ്പോണൻ്റ് ഉണ്ട്? കണക്റ്റഡ് സ്പേസ് ഹാസ്, നമുക്ക് ആലോചിക്കാമല്ലോ, അപ്പോൾ പറയുന്നുണ്ടാവും കണക്റ്റഡ് സ്പേസ് ഹാസ്, ഇത് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് 2 കമ്പോണൻ്റ് ആയി, ഹാസ് ഓൺലി 1 കമ്പോണൻറ്റ്. സ്പേസ് തന്നെ കണക്റ്റഡ് ആണ്, അപ്പോൾ അത് മാക്സിമലി സ്പേസ് ആണ്, ഫുള്ളാണ്, മാക്സിമലി കണക്റ്റഡ് ആണ്. കണക്റ്റഡ് സ്പേസ് ഹാസ് ഓൺലി 1 കമ്പോണൻറ്റ്. ആ സ്പേസ് തന്നെയാണ് ആ കമ്പോണൻറ്റ്. ഇനി മുഴുവനും കമ്പോണൻസ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, ടോട്ടലി ഡിസ്കണക്റ്റഡ് സ്പേസ് എന്നതിനെ പറയും. ടോട്ടലി ഡിസ്കണക്റ്റഡ് സ്പേസ്. ടോട്ടലി ഡിസ്കണക്റ്റഡ് സ്പേസ്. ഒരു ഡിസ്ക്രീറ്റ് സ്പേസിൽ സിംഗിൾട്ടൺ സെറ്റ്സ് എല്ലാം ഉണ്ട്. സിംഗിൾട്ടൺ സെറ്റ്സ് എല്ലാം കമ്പോണൻസ് ആണ്. ഓരോ സിംഗിൾട്ടൺസും സിംഗിൾട്ടൺ സെറ്റ്സ് എങ്ങനെ എഴുതിയാകത്തില്ലേ, സിംഗിൾട്ടൺ എന്നല്ലോ പറയാം, അല്ലെ സിംഗിൾട്ടൺ സെറ്റ്സ് അങ്ങനെ എഴുതിയാൽ. ഓൾ സിംഗിൾട്ടൺസ് ആർ കമ്പോണൻസ്. എല്ലാ സിംഗിൾട്ടൺസും കമ്പോണൻസ് ആയിട്ടുള്ള സെറ്റാണ്. ഡിസ്ക്രീറ്റ് സ്പേസിൽ അങ്ങനെയാണ്. ടോട്ടലി ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞു. ഓൾ കമ്പോണൻസ് ആർ സിംഗിൾട്ടൺ സെറ്റ്സ്. ഓൾ കമ്പോണൻസ് സിംഗിൾട്ടൺസ്. ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് ടോട്ടലി ഡിസ്കണക്റ്റഡ്. ആ സ്പേസിനെയാണ് ടോട്ടലി ഡിസ്കണക്റ്റഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റാഷണൽസിൻ്റെ സെറ്റ് നിങ്ങൾ പരിഗണിക്കാം. റാഷണൽസിൻ്റെ സെറ്റ്, റിയൽ ലൈനിൽ റാഷണൽസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. റാഷണൽ ഇത് രണ്ടും റാഷണലാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊരു ഇറാഷണൽ ഉണ്ട്. അപ്പോൾ ഈ റാഷണലും
ഈ റാഷണലും അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടല്ലോ നിൽക്കുന്നത്. ഓരോ റാഷണൽ നമ്പർ എടുത്താലും അതെല്ലാം ഓരോ കമ്പോണൻസ് ആയിട്ട് നിൽക്കും. സോ സെറ്റ് ഓഫ് റാഷണൽസ്, ടോട്ടലി സെറ്റ് ഓഫ് റാഷണൽസ്, റിയൽ ലൈൻ മുഴുവനല്ല, റിയൽ ലൈനിലെ റാഷണൽസിനെ മാത്രം നമുക്ക് തിരിഞ്ഞു പെറുക്കി എടുക്കാവുന്നതാണ്. ഇത്ര അകലം ഉണ്ടെന്നല്ല, ഏത് രണ്ട് റാഷണൽസിനിടയും ഒരു ഇറാഷണൽ നമ്പർ ഉണ്ട്. റാഷണൽസ് ഒക്കെ വേറെ വേറെ നിൽക്കുകയാണ്. ഓരോ റാഷണലും ഓൾ സിംഗിൾട്ടൺസ് ആർ കമ്പോണൻസ്. സോ സെറ്റ് ഓഫ് റാഷണൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടോട്ടലി ഡിസ്കണക്റ്റഡ് സ്പേസ്. റിയൽ ലൈൻ അല്ല, സെറ്റ് ഓഫ് റാഷണൽസ് മാത്രം. അതേപോലെ സെറ്റ് ഓഫ് ഇറാഷണൽസ്, ഏത് രണ്ട് ഇറാഷണൽസിനിടയിലും ഒരു റാഷണൽ നമ്പർ ഉണ്ട്. റിയൽ അനാലിസിസ് നിങ്ങൾ ഡെൻസിറ്റി തിയറം പഠിച്ചാണ്. ഡെൻസിറ്റി ഓഫ് റാഷണൽസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് കൊറോളറി ഡെൻസിറ്റി ഓഫ് ഇറാഷണൽസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രണ്ട് ഇറാഷണലിനിടയ്ക്കും ഒരു റാഷണൽ ഉണ്ട്. സെറ്റ് ഓഫ് ഇറാഷണൽസ് എടുത്താലും അത് ടോട്ടലി ഡിസ്കണക്റ്റഡ് ആണ്. ഇത് തന്നെയാണ് അവസ്ഥ. രണ്ട് ഇറാഷണൽ എടുത്താൽ അതിനിടയ്ക്കൊരു റാഷണൽ ഉണ്ടാവും. അപ്പോൾ ഇത്ര അകലമൊന്നുമില്ല കേട്ടോ, തിങ്ങി നിറഞ്ഞുണ്ട്. പക്ഷേ ഏത് രണ്ട് റാഷണലിനിടയിലും ഒരു റാഷണലുണ്ട്, ഏത് രണ്ട് റാഷണലിനിടയിലും ഒരു റാഷണലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. സോ സെറ്റ് ഓഫ് റാഷണൽസ് ആൻഡ് സെറ്റ് ഓഫ് ഇറാഷണൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് ടോട്ടലി ഡിസ്കണക്റ്റഡ് സ്പേസസ്. Then we have some properties of components. 4 properties ആണ്, അതൊരു തിയറമായിട്ടാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. And the first property states that components are closed sets. Components closed sets. Componentsന്റെ പ്രോപ്പർട്ടി 1, ABCD എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ്. ആദ്യത്തെ പ്രോപ്പർട്ടി നമുക്കങ്ങ് പ്രൂവ് ചെയ്യാം. ആദ്യത്തെ പ്രോപ്പർട്ടി, കമ്പോണൻസ് ആർ ക്ലോസ്ഡ് സെറ്റ്സ്. കമ്പോണൻസ് എല്ലാം ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. എങ്ങനെ പ്രൂവ് ചെയ്യും കമ്പോണൻസ് ക്ലോസ്ഡ് ആണെന്ന്? നിങ്ങൾ പ്രൂഫ് നോക്കിയിട്ടുണ്ടാവും, പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. കമ്പോണന്റ് ക്ലോസ്ഡ് ആണ്. സി ബി എ കമ്പോണന്റ്. C be a component. Then we know that components are connected. C connected. If C is a component, then C is connected. If C is a component, then C is connected. And we know that C is a subset of C closure. And last theorem says that closure of a connected set is connected. C is connected. C is a component. C is connected. So C closure also connected. അപ്പോൾ C ക്ലോഷറും കണക്റ്റഡ് ആണ്. C is contained in C closure and C closure is also connected. Our component C is contained in a connected set. എന്താ കമ്പോണന്റിന്റെ പ്രോപ്പർട്ടി? നോട്ട് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എനി അതർ കണക്റ്റഡ് സബ്സെറ്റ്. നോട്ട് പ്രോപ്പർലി എന്നേ ഉള്ളൂ. C ഇപ്പോൾ ഒരു കണക്റ്റഡ് സെറ്റിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ്, നോട്ട് പ്രോപ്പർലി. ഇങ്ങനെ ആവരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? C ഈക്വൽ ടു C closure എന്നാണ് അതിനർത്ഥം. Components are maximally connected. It is not properly contained in any other connected subset. Since C is a component, it is connected and always C is a subset of C closure. By last theorem, closure of a connected set is connected. So C closure, C connected, component ആയതുകൊണ്ട് connected. C closure is also connected. C is contained in a connected set, but not properly. So C equal to C closure. C equal to C closure means C is closed. So components are closed sets. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, any two distinct components are mutually disjoint. കമ്പോണൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആണ് എന്നുള്ളതാണ് പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ്. അത് തിയറം 19 ആയിട്ടാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ് ഡിസ്ജോയിൻ്റ് എന്നുള്ളതാണ് അടുത്ത പ്രോപ്പർട്ടി. ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ്, ഇനി 2 ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ് ആർ ഡിസ്ജോയിൻ്റ്. വേറെ വേറെ കമ്പോണൻസ് ആണെങ്കിൽ അതിന് കോമൺ ആയിട്ട് പോയിൻ്റ് ഇല്ല എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ് ആർ ഡിസ്ജോയിൻ്റ്. സിയും സി ഡാഷും എന്നാന്ന് തോന്നുന്നു നിങ്ങളുടെ ബുക്കിൽ വിളിച്ചിരിക്കുന്നത്. സിയും സി ഡാഷും ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ് എന്ന് അസ്യൂം ചെയ്യുക. സിയും സി ഡാഷും ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ്. സി നോട്ട് ഈക്വൽ ടു സി ഡാഷ്, രണ്ടും ഒന്നല്ല. എന്നാൽ പിന്നെ ഒരു പോയിന്റ് പോലും കോമൺ ഇല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സി നോട്ട് ഈക്വൽ ടു സി ഡാഷ് എന്നാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം. ദെൻ ദേ ആർ ഡിസ്ജോയിൻ്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. C
C intersection C dash equal to 5 എന്ന് അപ്രൂവ് ചെയ്യേണ്ടത്. C intersection C dash equal to 5 എന്ന് അപ്രൂവ് ചെയ്യേണ്ടത് നോട്ട് ഈക്വൽ ടു 5 എന്ന് അസ്യൂം ചെയ്യാം. If C intersection C dash not equal to 5, then C and C dash are components ആണ് to connected subsets. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. C, C dash connected sets. ഇതിന് കോമൺ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നോട്ട് മ്യൂച്വലി സെപ്പറേറ്റഡ്. കണക്റ്റഡ് സെറ്റ്സ് നോട്ട് മ്യൂച്വലി സെപ്പറേറ്റഡ്. ദെൻ വി ഹാവ് എ തിയറം. അത് ഒത്തിരി മെമ്പേഴ്സിനാണ്. നോ ടു മെമ്പേഴ്സ് ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്. ഫാമിലി സി ആണ്, സ്ക്രിപ്റ്റ് സി ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഫാമിലി സ്ക്രിപ്റ്റ് സിയിൽ 2 പേരേ ഉള്ളൂ, സി ആൻഡ് സി ഡാഷ്. This is a family of connected subsets of the space such that no two members are mutually separated. So we can say that their union C element of script C connected എന്നുള്ള നമ്മളുടെ തീറമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ യൂണിയൻ എഴുതാൻ നേരത്ത് നമുക്ക് ആകെ 2 പേരേ ഉള്ളൂ. C യൂണിയൻ C ഡാഷ് കണക്റ്റഡ് എന്ന് ആ തീറ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും. C യൂണിയൻ C ഡാഷ് കണക്റ്റഡ്. Now there is a problem. C is contained in C union C dash. C dash is contained in C union C dash. അത് പറ്റുമോ? കമ്പോണൻ്റ് ആണ്. സിയും സി ഡാഷും. C and C dash are components. Components are maximally connected, not properly contained in any other subset. അപ്പോൾ ഇത് പറ്റത്തില്ല. This is a contradiction. C contained in another connected set എന്ന് പറ്റത്തില്ല. നോട്ട് പ്രോപ്പർലി. ഇപ്പം സി യൂണിയൻ സി ഡാഷ് വെച്ചാൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ സിയും സി ഡാഷും ഈക്വൽ ആകണം. സി യൂണിയൻ സി ഡാഷ് ഈക്വൽ ടു സി എന്നും സി യൂണിയൻ സി ഡാഷ് ഈക്വൽ ടു സി ഡാഷ് എന്നും കിട്ടണം. അപ്പോൾ ഡിസ്ജോയിൻ്റ് എന്നുള്ളതിന് ഡിസ്റ്റിങ്ക്ട് സി നോട്ട് ഈക്വൽ ടു സി ഡാഷ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ് ഉറപ്പായിട്ടും. സിയും സി ഡാഷും കമ്പോണൻസ് ആയതുകൊണ്ട് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എനി അതർ കണക്റ്റഡ്. സി യൂണിയൻ സി ഡാഷ് ഉറപ്പായിട്ടും കണക്റ്റഡ് ആണ്. സിയും സി ഡാഷും കമ്പോണൻസ് ആയതുകൊണ്ട് മാക്സിമലി കണക്റ്റഡ് ആണ്. വേറൊരു കണക്റ്റഡ് സെറ്റിന് അകത്ത് കൃത്യമായിട്ട് കൊള്ളില്ല. ഇപ്പം വേറെ സി യൂണിയൻ സി ഡാഷ് എന്ന് പറയുന്ന കണക്റ്റഡ് സെറ്റിന് നോട്ട് പ്രോപ്പർലി എന്നുള്ളതിൽ നിന്ന് പിന്നെ നമുക്കല്ലേ പറയാവുന്ന സി ഈക്വൽ ടു സി യൂണിയൻ സി ഡാഷ്, സി ഡാഷ് ഈക്വൽ ടു സി യൂണിയൻ സി ഡാഷ്. രണ്ടും സെയിം ആണ്. സി ഈക്വൽ ടു സി ഡാഷ് അങ്ങനെ എഴുതി പോയാലും നമുക്കൊരു കോൺട്രഡിക്ഷൻ. അത്രയും പോകണമെന്നില്ല. സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി യൂണിയൻ സി ഡാഷ് മീൻസ് കമ്പോണൻറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ another connected set which is not possible. അല്ലെങ്കിൽ ഇതിനർത്ഥം ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്നാ? സി ഈക്വൽ ടു സി ഡാഷ് ഈക്വൽ ടു നോട്ട് പ്രോപ്പർലി. അപ്പോൾ സി ഈക്വൽ ടു സി യൂണിയൻ സി ഡാഷ്, സി ഡാഷ് ഈക്വൽ ടു സി യൂണിയൻ സി ഡാഷ്. ഇത് രണ്ടും സി യൂണിയൻ സി ഡാഷ് ആണ്. ബട്ട് സി നോട്ട് ഈക്വൽ ടു സി ഡാഷ് എന്ന് നമ്മുടെ അസംഷൻ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഇവിടുന്ന് തന്നെ കോൺട്രഡിക്ഷൻ പറയാം കേട്ടോ. എനിവേ it will lead to a contradiction, and the contradiction is due to our assumption C intersection C dash not equal to 5. So C intersection C dash equal to 5. Distinct ആണെങ്കിൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഒരു പോയിന്റ് പോലും കോമൺ ഇല്ല. സിയും സി ഡാഷും ഡിഫറൻ്റ് ആണെങ്കിൽ അതിനകത്ത് ഒരു പോയിന്റ് പോലും കോമൺ ഇല്ല. ഡിസ്റ്റിങ്ക്ട് കമ്പോണൻസ് ആർ ഡിസ്ജോയിൻ്റ്. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് കമ്പോണൻസ്. അത് തിയറം 19 ആണ്. അപ്പോൾ തിയറം എന്ന് പറഞ്ഞ് ചോദിക്കണമെന്നില്ല. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിയറം സ്റ്റേറ്റ്മെൻറ്റ് തരും എന്ന് വിചാരിച്ച് പഠിക്കരുത്. കമ്പോണൻസിൻ്റെ പ്രോപ്പർട്ടീസ്. കമ്പോണൻസ് ആർ ക്ലോസ്ഡ് സെറ്റ്സ്. ഡിസ്റ്റിങ്ക്ട് കമ്പോണൻസ് ആർ ഓൾവേസ് ഡിസ്ജോയിൻ. ആൻഡ് വി ഹാവ് 2 more properties. Third one, every non-empty connected subset is contained in a unique component. Fourth one, every space is the disjoint union of its components. ഇങ്ങനെ 2 പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് 4 സ്റ്റേറ്റ്മെൻറ്റ് തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ് ആണ് എന്ന് വിചാരിച്ച് പഠിച്ചോളണം. അപ്പോൾ നമുക്ക് മറ്റ് 2 പ്രോപ്പർട്ടീസും ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.